ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റി ഹിൽസ്. ഞാനങ്ങനെ കാശിയിലേക്ക് എത്തി. കാശിയിൽ നിന്ന് നേരെ ഘട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് ഗംഗാ നദിയുടെ തീരത്തേക്ക് എത്തി. അവിടെ നിന്ന് ഇതാ ഇപ്പോൾ 200 രൂപയോളം ചാർജ് ചെയ്തിട്ട് ഞാനിതാ ഇപ്പോൾ ബോട്ടിൽ കയറി ഇങ്ങനെ ഘട്ടുകൾ ഓരോന്നോരോന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. 1 മണിക്കൂറാണ് അവർ നമുക്ക് ഈ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് നമുക്ക് നദീതീരത്തോടുകൂടി നമ്മളെ ഇങ്ങനെ ചുറ്റി കാണിക്കുന്നത് ബോട്ടിൽ. നല്ലൊരു ഇവിടെ വരുന്നവരെന്തായാലും ബോട്ട് ട്രിപ്പ് എന്തായാലും ചെയ്തിരിക്കണം. കാരണം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. അതും രാവിലെയും ഏർലി മോർണിംഗും സായാഹ്നത്തിലുമാണ് അതിൻ്റെ ഒരു നല്ലൊരു വൈബ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ടൈം തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വാരണസിയിലെ ഘട്ടുകൾ എന്ന് പറയുന്നത് ഗംഗാനദി തീരത്തിലേക്ക് നയിക്കുന്ന പടികളെയാണ് ഘട്ടുകൾ എന്ന് പറയുന്നത്. നഗരത്തിൽ ഏകദേശം 84 ഘട്ടുകളാണ് ഉള്ളത്. മിക്ക ഘട്ടുകളും കുളിക്കുന്നതിനും പൂജാ കർമ്മങ്ങൾക്കുമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ മണികർണിക ഘട്ടും ഹരിശ്ചന്ദ്ര ഘട്ടും സജ്ജീകരിച്ചിരിക്കുന്നത് പൂർണ്ണമായും ശവസംസ്കാര ചടങ്ങുകൾക്ക് മാത്രമായിട്ടാണ്. വാരണസിലെ മിക്ക ഘാട്ടുകളും പുനർനിർമ്മിച്ചിരിക്കുന്നത് മറാത്താക്കാരുടെ രക്ഷാകർതൃത്വത്തിൽ 18ാം നൂറ്റാണ്ടിലാണ്. ഞാനങ്ങനെ ബോട്ടിൽ കയറി ചുറ്റുമുള്ള ഓരോരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആ ഘാട്ടുകളുടെ ഭംഗിയൊക്കെ കുറച്ച് ദൂരെ നിന്ന് നമ്മൾ മാറി നിന്ന് ആസ്വദിക്കുമ്പോൾ ഒരു ഭയങ്കര വൈബ് തന്നെയാണ് കേട്ടോ. വേറെ ഏതോ ഒരു ലോകത്തിലെത്തിയ ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. നമുക്ക് ചുറ്റുമായി തന്നെ പല ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ബോട്ടുകൾ ഇങ്ങനെ ചീറി പാഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലാണ്. ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു അനുഭൂതി ഉളവാക്കുന്ന, വേറെ തന്നെ ഏതൊരു ലോകത്തിലേക്ക് എത്തിയ ഒരു പ്രതീതിയാണ് നമുക്ക് തരുന്നത്. ബോട്ടുകളിലൊക്കെ ഉള്ള സഞ്ചാരികളെല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണുള്ളത്. അവരൊക്കെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പകർത്തുന്നതിൻ്റെ തിരക്കിലാണ്. ഇവിടുത്തെ നദിക്ക് നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഗംഗാ നദിക്ക്. അതേപോലെ തന്നെ നല്ല ഒഴുക്കുള്ളത് പോലെയും നമുക്ക് തോന്നുന്നുണ്ട്. പടികളെല്ലാം ഇതേപോലെ വെള്ളയും ആ ഒരു മെറൂണിഷ് കളറും ഒക്കെ അടിച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു രീതിയിലാണ് ആ ഒരു പടികളൊക്കെ പെയിൻ്റ് അടിച്ച് ഭംഗിയായി വെച്ചിരിക്കുന്നത്. കുറച്ചു നേരം ഞാൻ ഈ ബോട്ടിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ അങ്ങനെ ഹരിശ്ചന്ദ്ര ഘട്ടിലേക്ക് എത്തി. അവിടെ കണ്ടില്ലേ, നാഗസാധുക്കൾ എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അവിടെ അത് ആ ഒരു ചെത കണ്ടില്ലേ, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി അനവധി ആയ ശവശരീരങ്ങളാണ് ഹരിശ്ചന്ദ്ര ഘട്ടിലേക്കും മണികർണിക ഘട്ടിലേക്കും ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് ഈ ഒരു ശവസംസ്കാരം, അതായത് അതിൻ്റെ നടുവിൽ നിന്നിട്ട് നിരവധിയായിട്ടുള്ള ശവസംസ്കാരങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സിലെ എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളും ഈ ഒരു ചെതയിൽ തന്നെ എരിഞ്ഞടങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാശി എല്ലാ തരത്തിലും ഒരു മായാലോകം തന്നെയാണ്. അവിടെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും, എൻ്റെ ബോട്ടിലുള്ളവരെല്ലാവരും വീഡിയോകളൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. പിന്നെ കണ്ടില്ലേ, അങ്ങ് ദൂരെയൊക്കെ അംഗങ്ങളായിട്ട് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ലൈറ്റുകൾ ഇടാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു കടകളിലുള്ളവരൊക്കെ. സോ അതൊക്കെ കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ. രാത്രിക്കത്തൊരു വൈബും നല്ലൊരു വൈബ് തന്നെയാണ്. കാരണം മോർണിംഗിലും നൈറ്റും ഈവനിങ്ങിലും ഒരു ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു കാഴ്ചാനുഭൂതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് രാത്രിക്ക് ഗംഗാ നദിയിൽ നമുക്ക് ദീപങ്ങൾ ഒഴുക്കാനുള്ള സൗകര്യവും അവർ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ഗംഗാ നദിയുടെ അക്കരെയുള്ള വശത്ത് അവർ നിർത്തി തരികയും അവിടെ നമുക്ക് കുളിക്കാനും ദീപം ഒഴുക്കി ദീപാരാധന, ഗംഗാ നദിയുടെ ആരതി ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ദീപങ്ങൾ ഒഴുക്കി വിടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവർ ബോട്ടിൽ റൈഡ് ചെയ്യിപ്പിക്കുന്നവർ നമുക്ക് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചുറ്റും
ഇരുട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അക്കരെ നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ലൈറ്റുകൾ ഇങ്ങനെ തെളിയിക്കാനും തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലേ, എൻ്റെ മുമ്പിലുള്ള ആ ഒരു സുഹൃത്ത് ഒഴുക്കിവിട്ട ആ ഒരു ചിരാകിലുള്ള ദീപം ഇങ്ങനെ ഒഴുകി ഒഴുകി ഗംഗാ നദിയിലൂടെ പോകുന്നതാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു മദാമ ബോട്ടിലിരുന്ന് ദൂരെയുള്ള ആ കാഴ്ചകൾ അവരുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നത് ഞാൻ കണ്ടു. അവർക്കൊക്കെ, വിദേശത്തു നിന്നും വരുന്നവർക്കൊക്കെ ഇതൊരു ഭയങ്കര അനുഭൂതിയാണ്, ഒരു അനുഭവമാണ്. കുറച്ചു നേരം ഇങ്ങനെ ബോട്ടിലിരുന്ന് അക്കരെ ഇങ്ങനെ നോക്കി നിന്നു. ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതേപോലെ ബോട്ടിലിരുന്ന് നമ്മളുടെ ആ ഗട്ടുകളുടെയൊക്കെ ഒരു ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്നു. പിന്നെ കണ്ടില്ലേ, ഇവരൊക്കെ ഗംഗാനദിയിൽ കുളിച്ച് അവരുടെ ആ സ്നാനമൊക്കെ നിറവേറ്റുന്നതാണ്. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഹിന്ദു മത ഇത് അനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ മരണപ്പെട്ടവരുടെ അസ്ഥിയും മണലും ഭസ്മവും കാര്യങ്ങളൊക്കെ ഒഴുക്കാനൊക്കെ ആയിട്ട് വരുന്നവരും ഉണ്ട് ഒരുപാട് പേര്. അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളുടെ ഗട്ടുകളിലുള്ള എല്ലാ ലൈറ്റുകളും ഏകദേശം ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു തേജസ് നമ്മളെ ഗംഗാനദിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്തൊരു ഭംഗിയാണെന്നറിയോ. മഹാനുഭൂതിയാണത്. അത് കാഴ്ചയുടെ ആ ഒരു മായാലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതിമനോഹരമായ സായാഹ്നമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വൈകുന്നേരത്തെ ദീപാരാധന ഒരു പ്രത്യേക ചടങ്ങാണ് കേട്ടോ. കാണേണ്ട കാഴ്ച തന്നെയാണ്. ദീപങ്ങൾ ഗംഗാനദിയെ ആരതി ചെയ്യുന്നത് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. പിന്നെ ഈ ദീപാരാധനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ബോട്ടുകളുടെയൊക്കെ സ്പീഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വളരെ സമാധാനത്തിൽ സ്ലോ ആയിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. ആ കാഴ്ചകൾ, ആ ഒരു കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അവർ അങ്ങനെ അതൊക്കെ ക്യാമറകളിൽ ഒപ്പിയെടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കാശിയിലേക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ പ്രത്യേകമായിട്ട് സ്പെഷ്യൽ റൂമുകൾ എടുക്കുകയൊന്നും വേണ്ട ആവശ്യമില്ല. ഇവിടെ കർണാടകത്തിൻ്റെതും ഹൈദരാബാദിൻ്റെയും ഒക്കെ ആയിട്ട് ഒരുപാട് മഠങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ മഠങ്ങളിലേക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയിട്ട് ഒരു ദിവസമാണോ 2 ദിവസമാണോ നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ പോയിട്ട് റൂം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം 100 രൂപ മുതൽ 500 രൂപ വരെയൊക്കെയാണ് അവിടുത്തെ പൈസ വരുന്നത്. കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 നാഗാ സന്യാസിമാർ ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറി വരികയും ഞങ്ങളോട് പൈസ ആവശ്യപ്പെടുകയും ചെയ്തു. അവർ നഗ്നരായിരുന്നു. അവരുടെ കയ്യിലുള്ള ഒരു മയിൽപ്പീലി ദണ്ട് ഉപയോഗിച്ച് നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഞാൻ ഒരു 50 രൂപ എടുത്ത് ഒരു സന്യാസിക്ക് കൊടുത്തു. അപ്പോൾ ആ സന്യാസി മറ്റേ ആൾക്ക് കൂടി പൈസ കൊടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റുഡൻ്റാണ്, എൻ്റെ കൈമിൽ 2 പേർക്കും കൊടുക്കാനുള്ളത് ഇല്ല, 2 പേര് ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 50 രൂപ എടുത്തിട്ട് മറ്റേ ആൾക്ക് കൊടുക്കേണ്ടി വന്നു. കാരണം ഈ ഉപയോഗിച്ച് നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. കണ്ടില്ലേ, അയാൾ ഓരോ ആളുടെ അനുഗ്രഹം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പൈസ ആവശ്യപ്പെടുകയാണ് അവിടുന്ന്. ഇതിൽ ഒരുപാട് നല്ല ഒറിജിനലായിട്ടുള്ള നല്ല സന്യാസിമാരും ഇവിടെ ഉണ്ട്. ഇതേപോലെ പൈസ വാങ്ങിക്കുന്ന, ഇതേപോലെ അടിച്ചും സംസാരിച്ചും പേടിപ്പിച്ചുമൊക്കെ പൈസ വാങ്ങുന്ന സന്യാസിമാരും ഒക്കെ ഉണ്ട്. അവർ പൈസയൊക്കെ വാങ്ങിയതിന് ശേഷം സൈലൻ്റായി സൈഡിലിരുന്ന് കഞ്ചാവും കാര്യങ്ങളൊക്കെ വലിക്കുന്നതാണ്. ഞാൻ അതൊന്നും പിന്നെ രാത്രി ആയതുകൊണ്ട് പകർത്താനും പറ്റിയില്ല. ഇരുട്ടങ്ങനെ വാരാണസിയെ നന്നായിട്ട് വിഴുങ്ങിയിരിക്കുന്നു. അങ്ങനെ വാരാണസി ഘാട്ടുകളിലുള്ള എല്ലാ ലൈറ്റുകളും ഓണായി.
ഞങ്ങളങ്ങനെ നേരെ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ യാത്ര ആരംഭിച്ചു. എൻ്റെ മുന്നിലിരുന്ന ആ ഒരു നാഗസന്യാസി ബാബ കഞ്ചാവ് വലിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് ചടക്കൻ അടിക്കുകയാണ്. ഞങ്ങൾ ബോട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഘാട്ടുകളിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് ജനക്കൂട്ടം ഒന്നുകൂടി കൂടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. ഇവിടെ വരുന്ന സന്ദർശകർ ഓരോരുത്തരും നാഗസന്യാസിമാർക്കും അഘോരി ബാബമാർക്കും ഒക്കെ പണം നൽകി അവരുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കിലും പിന്നെ കാഴ്ചകൾ കാണുന്ന തിരക്കിലും ഒക്കെയാണ്. ഇവിടെ നമുക്ക് എല്ലാ ബാബകളും നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല. ചില ബാബമാർ അവരുടെ കയ്യിലുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്ത് എറിയുന്നതൊക്കെ കണ്ടില്ലേ? ചില ബാബമാർ ഇങ്ങനെ ഇരുന്ന് കഞ്ചാവൊക്കെ ആസ്വദിച്ച് വലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോകളൊന്നും എടുക്കാൻ കഴിയണമെന്നൊന്നുമില്ല. വാരണാസിയിലെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ബൈ.